Hello guys, welcome back to my YouTube channel Medical Study with me myself Anupama. So ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പാത്തോളജിയിൽ എസ്സേ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മെറ്റാസ്റ്റാസിസ്. ഓക്കെ, മെറ്റാസ്റ്റാസിസിൻ്റെ മെയിൻലി ഡെഫിനീഷൻ, ദെൻ പിന്നെന്താ ചോദിക്കുന്നത്, മെറ്റാസ്റ്റാസിസിനെ കുറിച്ചിട്ട് ലൈക്ക് ഇൻവേഷൻ വരെ ആ സ്റ്റെപ്സ് ഒക്കെ ചോദിക്കും. ആൻഡ് നെക്സ്റ്റ് വീഡിയോ വരുന്നത് മെറ്റാസ്റ്റാസിസിൽ തന്നെ ഇൻവേഷൻ മെറ്റാസ്റ്റാറ്റിക് കാസ്കേഡ്സ് ആണ് നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നത്. ആൻഡ് ദിസ് വീഡിയോയിൽ പറയാൻ പോകുന്നത് മെറ്റാസ്റ്റാസിസ് ആൻഡ് അതിൻ്റെ ഇനീഷ്യൽ സ്റ്റെപ്സ് ഒക്കെ ഉണ്ടല്ലോ, ഹൗ ഇറ്റ് ഈസ് ഗെറ്റിംഗ് മെറ്റാസ്റ്റസൈസ്ഡ്, ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. Metastasis. So what is metastasize? Metastasis ഉണ്ട്, മെറ്റാസ്റ്റാസിസും ഉണ്ട്. Here you can see definition at the end. First of all, metastasis. In the metastasis എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡറി ഡിപ്പോസിറ്റ് ഓഫ് ട്യൂമറിൻ്റെ സെക്കൻഡറി ഡിപ്പോസിറ്റിന് വിളിക്കുന്ന പേരാണ് മെറ്റാസ്റ്റാസിസ്. സെക്കൻഡറി ഡിപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ എന്താ, വാട്ട് ഈസ് പ്രൈമറി ഡിപ്പോസിറ്റ്? ലൈക്ക് പ്രൈമറിലി ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഒരു പർട്ടിക്കുലർ സെല്ലിൽ ട്യൂമർ ഉണ്ടായി, അവിടെ നിന്ന് ആ ഓർഗനിൽ നിന്ന് ആ ട്യൂമർ മറ്റൊരു ഡിസ്റ്റൻ്റ് ടിഷ്യൂവിലേക്ക് സ്പ്രെഡ് ചെയ്യുകയാണ്. അവിടെ വീണ്ടും ഒരു ട്യൂമർ ഉണ്ടാവുകയാണ്. സെയിം ട്യൂമറിൻ്റെ ഡിസ്കണ്ടിന്യൂ ചെയ്തത്, അതായത് പ്രൈമറി ട്യൂമർ ഒരു ഓർഗനിലുണ്ടായി, അവിടെ നിന്ന് ഒരു ഡിസ്റ്റൻ്റ് ടിഷ്യൂവിൽ പോയിട്ട് വീണ്ടും അതേ ട്യൂമർ ഒക്കർ ചെയ്യുകയാണ്. ദാറ്റ് ഈസ് മെറ്റാസ്റ്റസൈസ്. ആ പ്രോസസ്സാണ് മെറ്റാസ്റ്റസൈസ്. ആൻഡ് അവിടെ ഡിപ്പോസിറ്റ് ചെയ്യുന്ന ആ ഒരു ട്യൂമറിൻ്റെ സെക്കൻഡറി ഡിപ്പോസിറ്റിനെ വിളിക്കുന്ന പേരാണ് മെറ്റാസ്റ്റാസിസ്. Okay, so metastasis are tumor deposits discontinuous with the primary tumor and located in a distant tissue. This process is known as metastasis and the resulting secondary deposits are known as metastasis. Okay, metastasis എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, പ്രോസസ്സാണ്. പ്രോസസ് ഓഫ് എന്ത്, മെറ്റാസ്റ്റാസിസ് ആർ ദ ട്യൂമർ ഡിപ്പോസിറ്റ്സ്. അവിടുന്ന് ഡിസ്കണ്ടിന്യൂ ചെയ്ത ട്യൂമർ ഡിപ്പോസിറ്റ്സ് ഉണ്ട്. മെറ്റാസ്റ്റാസിസ് എവിടെ നിന്ന് ഡിസ്കണ്ടിന്യൂ ചെയ്തത്, പ്രൈമറി ട്യൂമറിൽ നിന്നിട്ടും ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് എവിടെ ഇത് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്, ഡിസ്റ്റൻറ്റ് ടിഷ്യൂവിലാണ് അല്ലേ, ലൊക്കേറ്റ് ഇൻ ഡിസ്റ്റൻറ്റ് ടിഷ്യൂ. ആൻഡ് ദിസ് പ്രോസസ് ഇസ് നോൺ ആസ് മെറ്റാസ്റ്റസൈസ് ആൻഡ് ദീസ് സെക്കൻഡറി ഡിപ്പോസിറ്റ്സ് ആർ നോൺ ആസ് metastasis. Now, what are the significance of metastasize? Okay, metastasis clearly identifies a tumor as malignant because benign neoplasm never metastasize. So metastasis എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പർട്ടിക്കുലർ വൺ ഓർഗൻ, ഒരു വൺ ടിഷ്യൂ നിന്നിട്ടും ഒരു അനദർ ടിഷ്യൂവിലേക്ക്, ഒരു ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ടിഷ്യൂവിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നതിനാണ് പറയുന്നത് എന്ത്, മെറ്റാസ്റ്റസൈസ്. ആൻഡ് മെറ്റാസ്റ്റസൈസ് ചെയ്യുമ്പം അവിടെ ഡിപ്പോസിറ്റ് ചെയ്യുന്ന സെക്കൻഡറി ഡിപ്പോസിറ്റിനെ വിളിക്കുന്ന പേരാണ് മെറ്റാസ്റ്റാസിസ്. ആൻഡ് ദിസ് മെറ്റാസ്റ്റാസിസിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ലിയർലി ആ ട്യൂമർ മാലിഗ്നൻ്റ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് മെറ്റാസ്റ്റാസിസ്. ഇതിന് എക്സെപ്ഷൻസ് ഉണ്ട്. There are two malignant tumors like glioma and basal cell carcinoma of the skin. Gliomasum basal cell carcinoma basal cell carcinoma of the skin, ഈ രണ്ട് ട്യൂമേഴ്സും they are malignant tumors, but അവർ ലോക്കലി ഇൻവേഷൻ ചെയ്യുന്നതേ ഉള്ളൂ, മെറ്റാസ്റ്റസൈസ് ചെയ്യുന്നില്ല. ദെൻ വാട്ട് ഈസ് ലോക്കൽ ഇൻവേഷൻ? ലോക്കൽ ഇൻവേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പർട്ടിക്കുലർ സൈറ്റിൽ, അത് ഒരു പർട്ടിക്കുലർ ഓർഗനിൽ, പർട്ടിക്കുലർ ടിഷ്യൂവിൽ ഈ ട്യൂമേഴ്സ് വന്നു. ഓക്കെ, സ്കിന്നിലല്ലേ ബേസൽ സെൽ കാർസിനോമ, അപ്പോൾ സ്കിന്നിൽ വന്നു. ആൻഡ് ആ ഒരു ടിഷ്യൂവിൽ കംപ്ലീറ്റ് ആയിട്ട് സ്പ്രെഡ് ആവുന്നതേ ഉള്ളൂ. ഈ ലോക്കലി ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നുണ്ട്, ആ ഒരു മെമ്പറൈനെ മാത്രം ഇൻഫിൽട്രേറ്റ് ചെയ്ത് ആ ഒരു ഏരിയയിൽ മാത്രമേ സ്പ്രെഡ് ആവുന്നുള്ളൂ. ഫ്രം വൺ ടിഷ്യൂ ടു ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള വേറൊരു ടിഷ്യൂവിൽ വരെ, ഒരു ഓർഗനിലൊന്നും പോയിട്ട് ആ ട്യൂമർ സ്പ്രെഡ് ആവുന്നില്ല. അങ്ങനത്തെ ട്യൂമേഴ്സിന് മെറ്റാസ്റ്റസൈസിനുള്ള ചാൻസ് റെയറാണ്, ചെയ്യാം, എന്നാലും ചാൻസസ് വെരി റെയർ. ദാറ്റ് എക്സെപ്ഷൻസ് എന്തൊക്കെയാണ്, ഗ്ലയോമാസ് ആൻഡ് ബേസൽ സെൽ കാർസിനോമ ഓഫ് ദി സ്കിൻ. വാട്ട് ഇസ് ഗ്ലയോമ? ഗ്ലയോമ എന്ന് പറയുമ്പോൾ ദേ ആർ ദി മാലിഗ്നന്റ് നിയോപ്ലാസം ഓഫ് ദി ഗ്ലയൽ സെൽ ഇൻ CNS. ദെൻ മെറ്റാസ്റ്റാസിസ് സ്ട്രോങ്ലി റെഡ്യൂസസ് ദി പോസിബിലിറ്റി ഓഫ് ക്യൂർ ഓഫ് ക്യാൻസർ. സോ മെറ്റാസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സെക്കൻഡറി ഡിപ്പോസിറ്റ് ആണല്ലോ, ഡിസ്റ്റൻറ്റ് ലൊക്കേഷനിലുള്ള ഒരു സെക്കൻഡറി ഡിപ്പോസിറ്റ്. അങ്ങനെ മെറ്റാസ്റ്റാസൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദർ ഇസ് എ സ്പ്രെഡ്, മാലിഗ്നൻസിയാണ് അത് കാണിക്കുന്നത്. മാലിഗ്നൻറ്റ് ട്യൂമേഴ്സിനൊക്കെ ക്യൂർ ഈസ്, ദാറ്റ് ഈസ് പോസിബിലിറ്റി ഓഫ് ക്യൂർ ഓഫ് ദി ക്യാൻസർ റെഡ്യൂസ്ഡ് ആയിരിക്കും. ദെൻ മെറ്റാസ്റ്റാറ്റിക് സ്പ്രെഡ് ഈസ് ദി മോസ്റ്റ് കോമൺ കോസ് ഓഫ് ക്യാൻസർ ഡെത്ത്. വാട്ട് ആർ ദി ഫാക്ടേഴ്സ് വിച്ച് ഫേവേഴ്സ് മെറ്റാസ്റ്റാസിസ്? മെറ്റാസ്റ്റാസിസിന് ഫേവർ ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതായിരിക്കും? പുവർലി ഡിഫറൻഷ്യേറ്റഡ് ആയിട്ടുള്ള ട്യൂമേഴ്സ്, അതായത് നോർമൽ സെൽസിനെയും ട്യൂമർ സെൽസിനെയും കൂടെ പുവർലി ഡിഫറൻഷ്യേറ്റഡ് ആയിരിക്കുമല്ലോ, അങ്ങനത്തെ ഉള്ള ട്യൂമർ സെൽസ് ആയിരിക്കും. അല്ലെങ്കിൽ മോർ റാപ്പിഡ്ലി ഗ്രോയിങ് ആയിട്ടുള്ള ട്യൂമർ സെൽസ്, അല്ലെങ്കിൽ ലാർജ് പ്രൈമറി ട്യൂമേഴ്സ് ആയിരിക്കും. ലാർജ് പ്രൈമറി ട്യൂമേഴ്സ് ഓർ പുവർലി ഡിഫറൻഷ്യേറ്റഡ് ട്യൂമേഴ്സ് ഉണ്ടാവും. അല്ലെങ്കിൽ മോർ റാപ്പിഡ്ലി ഗ്രോയിങ് ട്യൂമേഴ്സാണ് ഫാക്ടേഴ്സ് വിച്ച് ഫേവേഴ്സ് മെറ്റാസ്റ്റാസിസ്. Then morphological appearance. The microscopically
Metastasis resembles the primary tumor, but occasionally they may be so anaplastic that their cell of origin cannot be made out. So മെറ്റാസ്റ്റാസിസ് എന്ന് പറയുമ്പോൾ മൈക്രോസ്കോപ്പിക്കലി ഇപ്പം ഒരു സി എ ബ്രസ്റ്റ് ആണെങ്കിൽ ആക്സിലറി ലിംഫ് നോഡിലായിരിക്കും ഇത് എഫക്റ്റ് ചെയ്യുന്നത്. സംടൈംസ് ഇറ്റ് ക്യാൻ സ്കിപ്പ് ലൈക്ക് ഇപ്പം അബ്ഡോമിനൽ ക്യാൻസേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വിർഷോസ് നോഡിലാണ് അടുത്തുള്ള ലിംഫ് നോഡ് വിർഷോസ് നോഡാകുമ്പോൾ അവിടെ അല്ലേ എൻലാർജ്മെൻറ്റ് കാണിക്കേണ്ടത്. ബട്ട് സംടൈംസ് അവിടെ നിന്ന് സ്കിപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ പോയിട്ട് സുപ്രാക്ലാവിക്കുലർ ലിംഫ് നോഡ്സിൽ ടെൻഡർനെസ് കാണിക്കാം. സോ അതുപോലെ മൈക്രോസ്കോപ്പിക്കലി മെറ്റാസ്റ്റാസിസ് റിസംബിൾസ് എ പ്രൈമറി ട്യൂമർ. ഓക്കെ, ദാറ്റ് ഈസ് ദർ ഈസ് എ പ്രൈമറി ട്യൂമർ വിച്ച് ഇസ് സ്പ്രെഡ് ടു അനദർ ഏരിയ. അങ്ങനെ പ്രൈമറി ട്യൂമർ റിസംബിൾ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇവിടെ സെൽ ഓഫ് ഒറിജിനെ മേ ബി ഓർ മേ നോട്ട് ബി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. unknown primary, that is unknown primary എന്ന് പറയുമ്പോൾ sometimes metastasis may appear without any clinical detectable primary tumors, and even the microscopic examination of metastasis may not reveal the characteristic feature of the primary stage. So microscopic examinationൽ metastasis നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ primaries തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഭയങ്കര പാടാണ്. ഐഡൻറ്റിഫൈ ചിലപ്പോൾ ചെയ്യാൻ പറ്റും, ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല. അതിനുള്ള റീസൺസ് സ്പ്രെഡ് ഓഫ് ട്യൂമർ, സ്പ്രെഡ് ഓഫ് പാത്വേ ഓഫ് സ്പ്രെഡ് ഇതിൽ വരെ പറയുന്നുണ്ട്. എക്സാമ്പിളാണ് metastasis from adenocarcinoma may be so anaplastic that there is no evidence of any gland formation. In such situation, electron microscope examination, immunohistochemistry by specific tumor markers will be helpful to establish the primary tumor. So primary tumor ഈ adenocarcinoma പോലത്തെ primary tumorൽ ഗ്ലാൻഡിൻ്റെ പ്രസൻസ് ഇല്ലല്ലോ. സോ ഈസിലി ട്യൂമർ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ കേസിൽ എന്ത് ചെയ്യും? നോർമൽ മൈക്രോസ്കോപ്പി അല്ലാതെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ, ഇമ്മ്യൂണോ ഹിസ്റ്റോകെമിസ്ട്രി ആർ യൂസ്ഫുൾ ട്യൂമർ മാർക്കേഴ്സ്. ദെൻ പാത്വേ ഓഫ് സ്പ്രെഡ്. സോ ഒരു പർട്ടിക്കുലർ സൈഡിൽ ഒരു ട്യൂമർ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ സ്പ്രെഡ് ചെയ്യാം? ത്രൂ ലിംഫ് ഓർ സ്മോൾ ബ്ലഡ് വെസൽസ്, അല്ലെങ്കിൽ എങ്ങനെ ബോഡി ക്യാവിറ്റിയിലൂടെയും സ്പ്രെഡ് ചെയ്യാം അല്ലേ. ഫസ്റ്റ് ഓഫ് ഓൾ ലിംഫാറ്റിക് സ്പ്രെഡ് എങ്ങനെയാണെന്ന് പറയുന്നത്. Lymphatic spread is the most common pathway of the spread for carcinoma. Regional lymph node involvement ഉണ്ടാവും. റീജിയണൽ ലിംഫ് നോഡ് ഇൻവോൾവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താ? ഒരു പർട്ടിക്കുലർ റീജിയൻ ഓഫ് ക്യാൻസർ, ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഒരു ക്യാൻസർ വന്നു, പർട്ടിക്കുലർ ഒരു ഓർഗൻ്റെ ഒരു പർട്ടിക്കുലർ ടിഷ്യൂവിൽ, അവിടെ അടുത്തുള്ള വോൾസ് ഓഫ് ലിംഫാറ്റിക്സിൽ ഇത് റെഡിലി ഇൻവേഡ് ചെയ്യുന്നുണ്ടാകും. വോൾസ് ഓഫ് ലിംഫാറ്റിക്സിലേക്ക് ഇത് റെഡിലി ഇൻവേഡ് ബൈ ദി ക്യാൻസർ സെൽസ് ആൻഡ് ഫോം എ കണ്ടിന്യൂസ് ഗ്രോത്ത്. അങ്ങനെ അതിൻ്റെ അടുത്തുള്ള വോൾസ് ഓഫ് ലിംഫാറ്റിക്സിലേക്ക് റെഡിലി ഇൻവേഡ് ചെയ്തിട്ട് ക്യാൻസർ സെല്ല് കണ്ടിന്യൂസ് ആയിട്ട് അവിടെ ഗ്രോ ചെയ്യും. ആൻഡ് ദിസ് പ്രോസസ് ഈസ് ലിംഫാറ്റിക് പെർമിയേഷൻ. ദിസ് ക്യാൻസർ സെൽ ഗ്രോ വിത്തിൻ ദി ലിംഫാറ്റിക് ചാനൽ. ആ ലിംഫാറ്റിക് ചാനലിലേക്ക് ഇപ്പം എന്താ ആദ്യം പറഞ്ഞ ഒരു ടിഷ്യൂവിൽ ക്യാൻസറസ് ടിഷ്യൂ ഉണ്ട്. ആ ടിഷ്യൂവിൻ്റെ അടുത്തുള്ള ലിംഫാറ്റിക്സ്, വോൾസ് ഓഫ് ലിംഫാറ്റിക്സ് റെഡിലി അത് ഇൻവേഡ് ചെയ്തു. അങ്ങനെ ലിംഫാറ്റിക് ചാനലിൽ ഇത് കണ്ടിന്യൂസ് ഗ്രോത്ത് ഉണ്ടാക്കി. എന്തിൻ്റെ? ട്യൂമർ സെൽസിൻ്റെ. അങ്ങനെ ലിംഫാറ്റിക് പെർമിയേഷൻ എന്ന് വിളിക്കും അതിനെ. ആൻഡ് വൺസ് ദ ട്യൂമർ സെൽസ് ഗെയിൻ ആക്സസ് ഇൻ ടു ദി ലിംഫാറ്റിക് വെസൽസ്, എന്ത് പറ്റും? വൺസ് ഇത് ആക്സസ് കിട്ടി ലിംഫാറ്റിക് വെസൽസിലേക്ക് എന്ത് പറ്റും? ദേ ഡിറ്റാച്ചസ് ടു ഫോം ട്യൂമർ സെൽസ്. ട്യൂമർ എംബോളി ഇതിൻ്റെ മെക്കാനിസം പറയുന്നുണ്ട് കേട്ടോ, എങ്ങനെയാണ് ട്യൂമർ എംബോളി. ജസ്റ്റ് ബ്രീഫായിട്ട് പറയാം. ഈ ട്യൂമർ സെൽസ് വൺസ് ലിംഫാറ്റിക് വെസൽസിൽ പോയിട്ട് അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവിടെ കുറച്ച് റിസപ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്. എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സിലൊക്കെ ഉള്ള കുറച്ച് റിസപ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്. അവരെയൊക്കെ ഡിഗ്രേഡ് ചെയ്തിട്ട് ഇവർ പോയിട്ട് എക്സ്ട്രാ സെല്ലുലാർ പ്രോട്ടീൻസിനോട് ബൈൻഡ് ചെയ്തിട്ട് എന്തുണ്ടാക്കും? സ്പ്രെഡ് ഉണ്ടാക്കും. അല്ലെന്നുണ്ടെങ്കിൽ ബ്ലഡ് വെസൽസിലേക്ക് എത്തിയിട്ട് അവിടുത്തെ ഈ പ്ലേറ്റ്ലെറ്റ്സിനോടൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് പ്ലേറ്റ്ലെറ്റ്സിൻ്റെ കൊയാഗുലേഷൻ പ്രോപ്പർട്ടി ഉണ്ടല്ലോ, അത് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഇവർ ട്യൂമർ എംബോളി ഉണ്ടാക്കും. അങ്ങനെയാണ് അത് ഇൻ ഡീറ്റെയിൽ എങ്ങനെയാണെന്നുള്ളത് പറയുന്നുണ്ട് ഇതേ ചാപ്റ്ററിൽ തന്നെ. അത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പറയാം. സോ ഇതിൽ വൺസ് ഇപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞത്? ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ടിഷ്യൂവിൽ ഒരു ക്യാൻസർ സെല്ല്, ട്യൂമർ സെൽസ് വളരുന്നുണ്ട്. തൊട്ടടുത്തുള്ള ലിംഫാറ്റിക്സിൻ്റെ വോൾ അത് ഇൻവേഡ് ചെയ്തു. അങ്ങനെ കണ്ടിന്യൂസ് ഗ്രോത്ത് വിത്തിൻ ദി ലിംഫാറ്റിക്സിൽ ഉണ്ടാക്കി. വൺസ് ലിംഫാറ്റിക് ട്യൂമർ ഗെയിൻ ആക്സസ് ടു ദി ലിംഫാറ്റിക് വെസൽസ്. ഓക്കെ, ട്യൂമർ സെൽസ് അവിടെ ആക്സസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും? ഇവരിനിയും അടുത്തത് ആക്സസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഉള്ളിലുള്ള ലിംഫാറ്റിക്സിൽ ആക്സസ് ചെയ്ത ട്യൂമർ എന്ത് ചെയ്യും? ഇനി ട്യൂമർ എംബോളി ഫോം ചെയ്യും. അങ്ങനെ എംബോളി വിൽ ബി ക്യാരി ടു ദി റീജിയണൽ ഡ്രെയിനിങ് ലിംഫ് നോട്ട്സ്. ആൻഡ് ദിസ് ട്യൂമർ എംബോളി ഇപ്പം റീജിയണൽ ഡ്രെയിനിങ് ലിംഫ് നോട്ട്സ് എത്തിയല്ലോ. എങ്ങനെ എത്തിയത്? ത്രൂ അഫറൻറ്റ് ലിംഫാറ്റിക്സ്. അഫറൻറ്റ് എന്ന് പറയുമ്പോൾ ആ റീജിയണൽ ലിംഫ് നോട്ടിലേക്ക് എത്തിയതും, ഇഫറൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ലിംഫ് നോഡിൽ നിന്ന് പോകുന്ന ആ വെസൽസും. ഓക്കെ, ആസ് ഇറ്റ് കോൺവെക്സ് സർഫസ് ആൻഡ് ലോഡ്ജസ് ആൻഡ് ഗ്രോ ഇൻ ദി subscapular sinus. Subsequently, the entire lymph node may be replaced by the metastatic tumor. So,
വൺസ് ആ ട്യൂമർ അവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്കും എൻ്റെ ലിംഫ് നോഡും എന്ത് ചെയ്യും, മെറ്റാസ്റ്റാറ്റിക് ട്യൂമർ വഴി റീപ്ലേസ് ചെയ്തിട്ടുണ്ടാവും. ദെൻ പാറ്റേൺ ഓഫ് ലിംഫ് നോഡ് ഇൻവോൾവ്മെൻറ്റ് ഫോളോസ് ദി നാച്ചുറൽ റൂട്ട് ഓഫ് ലിംഫാറ്റിക് ഡ്രെയിനേജ്. സോ എങ്ങനെയാണ് ലിംഫ് നോഡ് ഇൻവോൾവ് ചെയ്യുന്നത്, ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി റൂട്ട് ഓഫ് ലിംഫാറ്റിക് ഡ്രെയിനേജ്. ഏത് ഇറ്റ് ക്യാൻ ബി റെട്രോഗ്രേഡ് ഓർ ഇറ്റ് ക്യാൻ ബി സ്കിപ്പ് മെറ്റാസ്റ്റസൈസ്, ഇതൊക്കെ ബേസ് ചെയ്യുന്നത്. ദെൻ സെന്റിനൽ ലിംഫ് നോഡ്സ്. Sentinel lymph node biopsy is done to know whether presence or absence of metastatic lesion. Metastatic lesion present and absent ആണോ എന്ന് അറിയാൻ വേണ്ടി സെൻറ്റിനൽ ലിംഫ് നോഡ്സിന് ബയോപ്സി എടുക്കും. വാട്ട് ഇസ് സെൻറ്റിനൽ ലിംഫ് നോഡ്സ്? സെൻറ്റിനൽ ലിംഫ് നോഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ദി ഫസ്റ്റ് ലിംഫ് നോഡ് ടു വിച്ച് ദി ക്യാൻസർ സെൽസ് ഫ്രം എ പ്രൈമറി ട്യൂമർ ആർ ലൈക്ലി ടു സ്പ്രെഡ്. സ്കിപ്പ് മെറ്റാസ്റ്റാസിസ്. സ്കിപ്പ് മെറ്റാസ്റ്റാസിസ് എന്ന് പറയുമ്പോൾ they might skip some lymph nodes. That is when local lymph nodes are bypassed and lymphatic metastasis develop a lymph node distant from the site of primary tumor, and these are called skip lymph node. എന്ന് പറയുമ്പോഴത്തേക്കും എന്താ, ലോക്കൽ ലിംഫ് നോഡ്സിനേക്ക് നോർമലി ഒരു പർട്ടിക്കുലർ ടിഷ്യൂൻ്റെ അടുത്തുള്ള ലിംഫ് നോഡ്സിലായിരിക്കും ഫസ്റ്റ്, റീജിയണൽ ലിംഫ് നോഡ്സിലേക്കായിരിക്കും ഫസ്റ്റ് ഡ്രെയിൻ ചെയ്യുന്നത്. ഇൻ കേസ് സംടൈംസ് അവിടെ അത് സ്കിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് ലിംഫ് നോഡിലേക്ക് പോയിട്ടായിരിക്കും ഇവർ ഡ്രെയിൻ ചെയ്യുന്നത്. എക്സാമ്പിൾ ഇത് അബ്ഡോമിനൽ ക്യാൻസർ വരുമ്പോഴത്തേക്കും വെർച്ചോസ് നോഡിലേക്കല്ലേ അവിടെ മെറ്റാസ്റ്റസൈസ് വരേണ്ടത്. പക്ഷേ മെറ്റാസ്റ്റസൈസ് വരുന്ന വെർച്ചോസ് ലിംഫ് നോഡിലേക്കാണെങ്കിലും അവിടെ നിന്ന് സ്കിപ്പ് ചെയ്തിട്ട് അവിടെ മെറ്റാസ്റ്റസൈസ് വരാതെ അവിടെ സ്കിപ്പ് ചെയ്തിട്ട് സുപ്രാക്ലാവിക്കുലർ ലിംഫ് നോഡിലായിരിക്കും മെറ്റാസ്റ്റാസിസ് കാണിക്കുന്നത്, മെറ്റാസ്റ്റാറ്റിക് ട്യൂമറിൻ്റെ പ്രസൻസ് കാണിക്കുന്നത്. സോ ദാറ്റ് ഈസ് സ്കിപ്പ് മെറ്റാസ്റ്റാസിസ്. റെട്രോഗ്രേഡ് മെറ്റാസ്റ്റാസിസ്. സോ സ്കിപ്പ് മെറ്റാസ്റ്റാസിസ് എന്താണെന്ന് പറഞ്ഞല്ലോ, ഒരു ഇപ്പം സ്റ്റൊമക്ക് ആണെന്നുണ്ടെങ്കിൽ വെർച്ചോസ് ലിംഫ് നോഡിലായിരിക്കും ഫസ്റ്റ് മെറ്റാസ്റ്റാസിസ് വരുന്നത്. സംടൈംസ് അവിടുന്ന് സ്കിപ്പ് ചെയ്തിട്ട് സുപ്രാക്ലാവിക്കുലർ ലിംഫ് നോഡിലായിരിക്കും മെറ്റാസ്റ്റാറ്റിക് ട്യൂമർ പ്രസൻറ്റ് ആവുന്നത്. ദെൻ റെട്രോഗ്രേഡ് മെറ്റാസ്റ്റാസിസ് എന്ന് പറയുമ്പോഴത്തേക്കും ട്യൂമർ സ്പ്രെഡിങ് എഗെയിൻസ്റ്റ് ദി ഫ്ലോ ഓഫ് ലിംഫാറ്റിക്സിൻ്റെ ഫ്ലോയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ട്, അതായത് റെട്രോഗ്രേഡ് എഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും ട്യൂമർ സ്പ്രെഡ് ആവുന്നത്. എക്സാമ്പിളാണ് ക്യാൻസർ, കാർസിനോമ ഓഫ് പ്രോസ്റ്റേറ്റ് മെറ്റാസ്റ്റസൈസിങ് ടു ദി സുപ്രാക്ലാവിക്കുലർ ലിംഫ് നോഡ്. ഓക്കെ, ദാറ്റ് ഈസ് റെട്രോഗ്രേഡ് മെറ്റാസ്റ്റാസിസ്. ആദ്യം പറഞ്ഞ സ്കിപ്പ്, രണ്ടാമത്തത് റെട്രോഗ്രേഡ്, ദാറ്റ് ഈസ് എഗെയിൻസ്റ്റ് ഫ്ലോ. The microscopic pattern of deposits. Initially, the tumor cells are deposited in the marginal sinus and later extend through the nodes. So, initially tumor cells എവിടെ ഡിപ്പോസിറ്റ് ചെയ്യുന്നത്, മാർജിനൽ സൈനസിലാണല്ലേ. നമ്മൾ ഹിസ്റ്റോളജി വരച്ചപ്പം മാർജിനൽ സൈനസും അതുപോലെ സബ്സ്കാപ്പുലർ സൈനസും ഒക്കെ വരച്ചു പിടിച്ചിട്ടുണ്ട് ലിംഫ് നോഡ്സിൽ. അതിനകത്ത് മാർജിനൽ സൈനസിലേക്കായിരിക്കും ഫസ്റ്റ് ഓഫ് ഓൾ ട്യൂമർ സെൽസ് ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടുന്ന് അത് എക്സ്റ്റെൻഡ് ചെയ്യും ത്രൂ ഔട്ട് ദി നോഡ്. അതാണ് മൈക്രോസ്കോപ്പിക് പാറ്റേൺ ഓഫ് ഡിപ്പോസിറ്റ്. ദെൻ മൈക്രോ മെറ്റാസ്റ്റാസിസ് എന്ന് പറയുമ്പോൾ എന്താ, മൈക്രോസ്കോപ്പിക് ഇൻവോൾവ്മെൻറ്റ് ഓഫ് ദി ലിംഫ് നോഡ് കൺസിസ്റ്റ് ഓഫ് എ സിംഗിൾ ട്യൂമർ സെൽസ് ഓർ വെരി സ്മോൾ ക്ലസ്റ്റേഴ്സ്. അപ്പോൾ മൈക്രോസ്കോപ്പിക് മെറ്റാസ്റ്റാസിസ് എന്ന് പറയുമ്പോൾ വെരി സ്മോൾ ട്യൂമർ സെൽസ് അല്ലെങ്കിൽ സിംഗിൾ ട്യൂമർ സെൽസ് ഓർ വെരി സ്മോൾ ക്ലസ്റ്റേഴ്സ് ആയിരിക്കും എന്ത് ചെയ്യുക, മെറ്റാസ്റ്റസൈസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ദ സിഗ്നിഫിക്കൻസ് ഓഫ് ലിംഫ് നോഡ് മെറ്റാസ്റ്റാസിസ്. വാട്ട് ആർ ദി സിഗ്നിഫിക്കൻസ് ഓഫ് ലിംഫ് നോഡ് മെറ്റാസ്റ്റാസിസ്? ഇത് മെയിൻലി പ്രോഗ്നോസ്റ്റിക് വാല്യൂവിനെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്. എക്സാമ്പിൾ ഇൻ ബ്രസ്റ്റ് ക്യാൻസറിനാണെങ്കിൽ ഇൻവോൾവ്മെൻറ്റ് ഓഫ് ദി ആക്സിലറി ലിംഫ് നോഡ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ആക്സസിങ് ദി പ്രോഗ്നോസിസ് ആൻഡ് ഫോർ ദി ടൈപ്പ് ഓഫ് തെറാപ്പി. ടൈപ്പ് ഓഫ് തെറാപ്പിക്കും ആക്സസിങ് ദി പ്രോഗ്നോസിസിനും ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു നോ in the involvement of axillary lymph node in case of breast cancer. However, all the regional lymph nodal enlargements need not be due to metastasis. So, lymph node enlargement എപ്പോഴും മെറ്റാസ്റ്റസിസ് കൊണ്ട് ആയിരിക്കണം എന്നില്ല. ബിക്കോസ് നെക്രോട്ടിക് പ്രൊഡക്ട്സ് ഓഫ് ട്യൂമറിൻ്റെ നെക്രോട്ടിക് പ്രൊഡക്ട്സ് എന്തുണ്ടാക്കും, ആൻഡ് ആൻറ്റിജൻസും ട്യൂമർ നെക്രോട്ടിക് പ്രൊഡക്ട്സും ഒക്കെ സൈനസ് ഹിസ്റ്റോസിറ്റ്സ് ഉണ്ടാക്കും. വാട്ട് ഇസ് സൈനസ് ഹിസ്റ്റോസൈറ്റോസിസ്? ഈ സൈനസ് ഹിസ്റ്റോസൈറ്റോസിസ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഹിസ്റ്റോസൈറ്റോസിസ് കാരണം ഈ ലിംഫ് നോഡ് ഡയലേറ്റ് ആവും. ആ ലിംഫ് നോഡ് ഡയലേറ്റഡ് ലിംഫ് നോഡ് സൈനസസ് ഉണ്ടാക്കും. ഓക്കെ, ലിംഫ് നോഡിൽ സൈനസസ് ഡയലേറ്റ് ആവും. ദാറ്റ് ഈസ് ദസ് ലിംഫ് നോഡ് ബിക്കം എൻലാർജ്ഡ്. അതാണ് സൈനസ് ഹിസ്റ്റോസൈറ്റോസിസ്. ഇറ്റ് ഈസ് ഡ്യൂ ടു നെക്രോട്ടിക് പ്രൊഡക്റ്റ് ഓഫ് ട്യൂമർ ഓർ ആൻറ്റിജൻ കാരണമായിരിക്കാം. ഓക്കെ, സോ ഓൾവേസ് മെറ്റാസ്റ്റസിസ് കൊണ്ട് മാത്രമായിരിക്കില്ല എന്ത് വരുന്നത്, ലിംഫ് നോഡ് എൻലാർജ്മെൻറ്റ് വരുന്നത്. ഓക്കെ, ദെൻ ദീസ് ആർ അബൌട്ട് ദി ലിംഫാറ്റിക് സ്പ്രെഡ്. ഇനി പറയുന്നത് ഹെമറ്റോജനസ് സ്പ്രെഡ് ആണ്. ഹെമറ്റോജനസ് എന്ന് പറയുമ്പോൾ എന്താ, ബ്ലഡ് അല്ലേ. സോ ഈ ഹെമറ്റോജനസ് സ്പ്രെഡ് യൂഷ്വലി കാണിക്കുന്ന ആരാ, സാർക്കോമാസ് ആണ്. ദാൻ ഓൾസോ ഇറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ കാർസിനോമാസും കാണിക്കാൻ, ഓൾസോ ഫൗണ്ട് ഇൻ കാർസിനോമാസ് ബട്ട് യൂഷ്വലി ഫോർ ദി സാർക്കോമാസ്. ഓക്കെ, then blood-borne metastasis is usually occur in osteosarcoma, choriocarcinoma and renal cell carcinoma. So vessel invaded are capillaries or small venules. തിക്കായിട്ടുള്ള ആർട്ടീരിയോൾസും ആർട്ടറീസും ഒക്കെ റെസിസ്റ്റൻ്റ് ആയിരിക്കും, അങ്ങനെ ഇൻവേഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ തിന്നായിട്ടുള്ള കാപ്പിലറീസിനും വെന്യൂൾസിലേക്കും ഒക്കെ ഇവർക്ക് ഈസിലി ഇൻവേഡ് ചെയ്യാൻ പറ്റും.
The tumors with the affinity for the venous invasions are the renal cell carcinoma. Renal cell carcinoma എന്ന് പറയുമ്പോൾ they invade the renal vein. Renal vein ഇവർ ഇൻവേഡ് ചെയ്യും ആൻഡ് they grow like a snake like fashion up to the inferior vena cava. അപ്പോൾ inferior vena cava വരെ ഇവർ snake like ഫാഷനിൽ ഇവർ ഗ്രോ ചെയ്യും by invading the renal vein. Sometimes they reaches the right side of the heart. So renal cell carcinoma എന്ന് പറയുമ്പോൾ renal vein അവർ ഇൻവേഡ് ചെയ്യും സ്നേക്ക് ലൈക്ക് ഫാഷനിൽ അത് ഇൻഫീരിയർ വീന കാവയിൽ പോയി ഗ്രോ ചെയ്യും. ഈ ഇൻഫീരിയർ വീന കാവ് വരെ സ്നേക്ക് ലൈക്ക് ഫാഷനിൽ അത് ഗ്രോ ചെയ്തെത്തും. ആൻഡ് സംടൈംസ് അത് എവിടെ റീച്ച് ചെയ്യും ടു ദി റൈറ്റ് സൈഡ് ഓഫ് ദി ഹാർട്ടിലേക്ക് അത് റീച്ച് ചെയ്യും. ദാറ്റ് ഇസ് റീനൽ സെൽ കാർസിനോമ. ഹെപ്പാറ്റോസെല്ലുലർ കാർസിനോമ എന്ന് പറയുമ്പോൾ എന്താ ദേ മേ ഇൻവേഡ് ദി ബ്രാഞ്ചസ് ഓഫ് പോർട്ടൽ ആൻഡ് ഹെപ്പാറ്റിക് വെയിൻ ആൻഡ് ഗ്രോ വിത്തിൻ ദി മെയിൻ വീനസ് ചാനൽ. ഹെപ്പാറ്റോസെല്ലുലർ കാർസിനോമ എന്ന് പറയുമ്പം അവർ ഇൻവേഡ് ചെയ്യുന്നത് പോർട്ടൽ അല്ലെങ്കിൽ ഹെപ്പാറ്റിക് വെയിനായിരിക്കും ഇവർ ഇൻവേഡ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ഗ്രോ ചെയ്യും വിത്തിൻ ദി മെയിൻ വീനസ് ചാനലിലൂടെ ഗ്രോ ചെയ്യും. ദി പാറ്റേൺ ഓഫ് ഇൻവോൾവ്മെൻറ്റ് with the venous invasion, the pattern of metastasis follows the venous flow. So venous vein കയറി കഴിഞ്ഞാൽ venous flow ആൻഡ്രോഗ്രേഡ് ഫാഷനിൽ അതേ ഫ്ലോയുടെ അതേ ഡിറക്ഷനിൽ തന്നെ ഇൻവേഷൻ സംഭവിക്കും. ടാർഗറ്റ് ഓർഗൻ ഫോർ മെറ്റാസ്റ്റാസിസ്. ടാർഗറ്റ് ഓർഗൻ ഫോർ മെറ്റാസ്റ്റാസിസ് എന്ന് പറയുമ്പോൾ ലിവർ ആൻഡ് ലങ്സ് ദേ ആർ ദി മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ഇൻവോൾവ്ഡ് ഓർഗൻ. ദാറ്റ് ഈസ് ലിവർ ബിക്കോസ് ഓഫ് ദി ഓൾ പോർട്ടൽ ഏരിയ ഡ്രെയിൻസ് ടു ദി ലിവർ. അതുകൊണ്ട് ലിവർ ഒരു മെയിൻ ഏരിയ ഓഫ് ഇൻവോൾവ്മെൻ്റ് ആണ്. കൂടാതെ സിസ്റ്റമിക് വെയിൻ അത് ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ ദേ ഡ്രെയിൻ ഇൻ ടു ദി വീന കാവ ആൻഡ് സിൻസ് ഓൾ കേവൽ ബ്ലഡ് ഫ്ലോസ് ടു ദി ലങ്സ് സോ ഇറ്റ് ഈസ് ദി കോമൺ സൈറ്റ്. സോ എന്തുകൊണ്ടാണ് ലങ്ങും ലിവറും ടാർഗറ്റ് ഓർഗൻ ആയത് for metastasis? Because all the portal veins drain to the liver. Portal areas എല്ലാം ഡ്രെയിൻ ചെയ്യുന്നത് ലിവറിലാണ്. വേറെ സിസ്റ്റമിക് വെയിൻ ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ അത് all caval blood flow through to the lungs. Okay, through the pulmonary vein, the cancer cells from the primary lung cancer and the metastatic deposit in the lung may be carried to the left side of the heart. So pulmonary vein വഴി primary lung cancer and metastatic deposits in the lung എങ്ങോട്ട് carry ചെയ്യും ലെഫ്റ്റ് സൈഡ് ഓഫ് ദി ഹാർട്ടിലേക്കും. ഫ്രം ഹിയർ the tumor emboli may be carried to the systemic circulation to form the secondary mass. ഓക്കെ, സോ പ്രൈമറി ട്യൂമർ പൾമണറി വെയിനിൽ നിന്നുള്ള പ്രൈമറി ലങ് ക്യാൻസറിനെ എങ്ങോട്ട് ക്യാരി ചെയ്യും ലെഫ്റ്റ് സൈഡഡ് ഹാർട്ടിലേക്ക് ക്യാരി ചെയ്യും. അങ്ങനെ ട്യൂമർ എംബോളി ഫോം ചെയ്യും. ആൻഡ് ദിസ് ട്യൂമർ എംബോളി മേ ബി പ്രസൻറ്റ് എങ്ങോട്ടായിരിക്കും ക്യാരി ചെയ്യുന്നത് സിസ്റ്റമിക് സർക്കുലേഷനിലായിരിക്കും ഇവർ പ്രസൻറ്റ് ആവുന്നത്. ദസ് ഇറ്റ് ഫോം എ സെക്കൻഡറി മാസ് ഓൺ എനിവെയർ എൽസ് ഇൻ ദി ബോഡി. ദെൻ ബോൺ മെറ്റാസ്റ്റസിസ് ആണ്. ദറ്റ് ഇസ് ക്യാൻസർ മെറ്റാസ്റ്റസൈസിങ് ടു ദി ബോൺ, prostate, lung, breast, liver, intestine, kidney and thyroid. Vertebral column is a common site. ഇവിടെ പാരാവെർട്ടിബ്രൽ പ്ലെക്സസ് വഴിയായിരിക്കും സ്പ്രെഡ് വരുന്നത്. ഇവിടെ തൈറോയിഡിൻ്റെ പ്രോസ്റ്റേറ്റിൻ്റെയൊക്കെ തൈറോയിഡിൻ പ്രോസ്റ്റേറ്റിൻ്റെയൊക്കെ സ്പ്രെഡ് വരുന്നത് വെർട്ടിബ്രൽ കോളത്തിനുള്ള സ്പ്രെഡ് എന്ന് പറയുമ്പോൾ പാരാവെർട്ടിബ്രൽ പ്ലെക്സസ് വഴിയായിരിക്കാം. ദെൻ റേഡിയോഗ്രഫി അപ്പിയറൻസിലാണെങ്കിൽ ബോൺ മെറ്റാസ്റ്റസിസ് ക്യാൻ ബി എയ്തർ ഓസ്റ്റിയോലൈറ്റിക് ലീഷൻ ഓർ ഓസ്റ്റിയോബ്ലാസ്റ്റിക് ലീഷൻ. ഓസ്റ്റിയോലൈറ്റിക് എന്ന് പറയുമ്പോഴത്തേക്കും റേഡിയോ ലൂസൻ്റ് ആയിരിക്കും, വേറെ ഓസ്റ്റിയോബ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ റേഡിയോ ഡെൻസ് ആയിരിക്കും. റേഡിയോ ലൂസൻ്റ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ ഇറ്റ് ക്യാൻ ബി ഡ്യൂ ടു ഹൈപ്പർ കാൽസീമിയ. ഹൈപ്പർ കാൽസീമിയ എന്ന് പറഞ്ഞാൽ എന്താ ബ്ലഡിൽ കാൽഷ്യം ലെവൽ കൂടി, സോ ബോണിൽ റീസോർപ്ഷൻ സംഭവിച്ചു. ദസ് ഇറ്റ് ക്യാൻ ബി ഡ്യൂ ടു ഫ്രാക്ചർ, റൈറ്റ്. എക്സാമ്പിൾ ലങ് ക്യാൻസർ. ദെൻ ഓസ്റ്റിയോബ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ എന്താ സെറം ആൽക്കലൈൻ ഫോസ്ഫറ്റേസിൻ്റെ ലെവലായിരിക്കും കൂടുതൽ. ദസ് റിയാക്റ്റീവ് ബോൺ ഫോർമേഷൻ ആയിരിക്കും നടക്കുന്നത്. എക്സാമ്പിളാണ് പ്രോസ്റ്റാറ്റിക് ക്യാൻസർ, ബ്രസ്റ്റ് ആൻഡ് തൈറോയ്ഡ് ക്യാൻസർ. സോ ദെൻ അതർ കോമൺ സൈറ്റ് ആർ ബ്രെയിൻ ആണ്. ദി മോസ്റ്റ് കോമൺ പ്രൈമറി ഈസ് lung cancer, kidney and adrenal. Then organ relatively resistant includes ഏതൊക്കെ organ ആണ് relatively resistant to the metastasis, which are skeletal muscles and spleen. Morphologically gross appearance എങ്ങനെയാണ് മൾട്ടിപ്പിൾ റൗണ്ട് നോഡ്യൂൾസ് ഓഫ് വേരിയിങ് സൈസ്. ഈ പിക്ചറിൽ കാണാൻ പറ്റും മൾട്ടിപ്പിൾ ആയിട്ടുള്ള സെക്കൻഡറി ട്യൂമർ ഡിപ്പോസിറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. ദി ലങ് പാരൻകേമ. Microscopically it resembles the primary tumor. Okay, then seeding of the body cavity. Transilamic spread എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ malignant tumor arising to the organ adjacent to the body cavity. എക്സാമ്പിളാണ് ovaries, gastrointestinal tract and lungs may seed body cavity. So malignant tumors ഉണ്ടല്ലോ ഓർഗനിൽ നിന്ന് അറൈസ് ചെയ്യുന്ന malignant tumors ഒക്കെ ബോഡി ക്യാവിറ്റിയിലേക്ക് വേണമെങ്കിൽ സീഡ് ചെയ്യാം, സ്പ്രെഡ് ചെയ്യാം. ഓക്കെ, അഡ്ജസൻറ്റ് ബോഡി ക്യാവിറ്റിയിലേക്ക്. ദി malignant cells may exfoliate or shed from the organ surface into the body cavity.
And cytologically examination of fluid may be show malignant cells. Cytology examination എന്തുകൊണ്ടാണ് ഫ്ലൂയിഡിൻ്റെ സൈറ്റോളജിക്കൽ എക്സാമിനേഷൻ എന്തുകൊണ്ടാണ് malignant cells കാണിക്കുന്നത്? Because there is a seedling of shedding from the organ surface to the body cavity. So then body cavities include peritoneum, pleural cavities and pericardial joint space and subarachnoid spaces. Like ഈ ബോഡി cavities എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്ന് അറിയണ്ടേ? ബോഡി ക്യാവിറ്റിയിലേക്ക് ഇത് ഷെഡ് ചെയ്യുന്നു. സോ വാട്ട് ആർ ദി ബോഡി ക്യാവിറ്റി ഇൻക്ലൂഡഡ്? പെരിറ്റോണിയം, pleural cavity, pericardial, joint space and subarachnoid spaces. Peritoneal cavity എന്ന് പറയുമ്പോൾ ovarian tumors spread such as primary carcinoma of the surface epithelial organ. Then malignant GI tract tumors may spread to involve peritoneal cavity like ascites. GI tumors അസൈറ്റിസിലെ ഫ്ലൂയിഡ് കളക്ട് ചെയ്ത മാലിഗ്നന്റ് GI ട്യൂമേഴ്സ് ഉണ്ടെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ബൈ സൈറ്റോളജിക്കൽ എക്സാമിനേഷൻ. അതുപോലെ തന്നെ പ്ലൂറൽ ക്യാവിറ്റി ആണെങ്കിൽ പ്ലൂറൽ എഫ്യൂഷൻ ഉണ്ടെങ്കിൽ ലങ് ട്യൂമേഴ്സ് സിറ്റുവേറ്റഡ് ലങ് ട്യൂമേഴ്സ് മേ ബി പ്രസൻറ്റ് ഇൻ പ്ലൂറൽ എഫ്യൂഷൻ. സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് CSF cerebrospinal fluid glioblastoma ഉണ്ടെങ്കിൽ commonly spread through CSF in the subarachnoid space to the spinal cord. Spread along the epithelial lined space. It is not common. The carcinoma endometrium may spread to the ovary through the fallopian tube or vice versa. So endometrial carcinoma fallopian tube like spread to the ovary through fallopian tube or vice versa from fallopian tube to the endometrium. The carcinoma of the kidney may spread to the lower urinary tract via the uterus. So ureter വഴി lower respiratory tractiലേക്ക് കിഡ്നി ട്യൂമർ സെൽസിനെ സ്പ്രെഡ് ചെയ്യാൻ പറ്റും. Then direct transplantation of tumor cells, that is through the surgical instruments or the implantation by the direct contact, etc. Even this method is not theoretically possible. Okay, though this method is theoretically possible, they are not practically done. This is about the introduction to the metastasis. So next video വരുന്നത് ഇൻവേഷൻ മെറ്റാസ്റ്റാറ്റിക് കാസ്കേഡിനെ കുറിച്ചിട്ടായിരിക്കും. സോ അതിൽ രണ്ട് രണ്ട് ഫേസസ് പറയുന്നുണ്ട്. ഒന്ന് രണ്ട് മെയിൻ ഫേസ് എന്ന് പറയുമ്പോൾ ഇൻവേഷൻ ഓഫ് എക്സ്ട്രാ സെല്ലുലർ മാട്രിക്സ് അല്ലെങ്കിൽ അതാണ് ഫസ്റ്റ് ഫേസ്. സെക്കൻഡ് ഫേസ് മെറ്റാസ്റ്റാസിസ് ആണ്, ദാറ്റ് ഈസ് വാസ്കുലർ ഡിസെമിനേഷൻ ആൻഡ് ഹോമിംഗ് ഓഫ് ദി ട്യൂമർ സെൽസ്. This is all about this video. Thank you for watching.